നമസ്കാരം, എൻ്റെ പേര് വിമൽ എന്നാണ്. ഞാനിവിടെ ഒരു ചെറിയൊരു ചാനലിന് രൂപം കൊടുക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. എക്സ്പെഷ്യലി ഞാനൊരു ഡിസൈൻ എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. പുതിയ പുതിയ മെഷീനറികൾ ചെയ്യണമെന്നും അത് ചെയ്തു തരാനുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലില്ലാത്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ചൈനയിലേക്ക് പോവാണ്, അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് അവരുടെ പർപ്പസിനനുസരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സ്ഥാപനം ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഞാൻ തുടങ്ങുന്നത്. എന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ പരിചയം ഉണ്ടാവും. ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ FC റോവർ എന്ന സുഹൃത്തിൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട്. FC റോവർ എന്ന അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഫിറോസ് എന്നാണ്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു ഇൻ്റർലോക്ക് കട്ടയടിക്കുന്ന ഒരു മെഷീൻ്റെ വീഡിയോ ഓൾറെഡി പുറത്ത് വന്നിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഒരു പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും, അത് ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് എൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു പുതിയ ചാനലിന് തുടക്കം കൊടുക്കുകയാണ്. കാരണം ഞാൻ ചെയ്യുന്ന മെഷീനറികൾ കുറച്ചും കൂടിയും എന്നെ അറിയാനായിട്ടുള്ള സാധ്യതകൾ കൂടാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ എൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ ചെയ്യുന്ന മെഷീനറികൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷനും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ എന്നെ കൂടുതൽ ഡയറക്റ്റ് അറിയാൻ പറ്റും, നമ്മുടെ വർക്കുകൾ നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ പതുക്കെ ഞാൻ പുതിയ കാര്യങ്ങൾ, അതായത് പുതിയ മെഷീനറികളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത മെഷീനറികളാണ്. ഓരോരുത്തരുടെ റിക്വസ്റ്റിനനുസരിച്ച് കസ്റ്റം ചെയ്ത് ചെയ്യുകയാണ്. ഒന്നും നിലവിലുള്ള തരത്തിലുള്ള മെഷീനറികളല്ല. ഞാനിവിടെ ഒരേ സമയം 3 വർക്കുകളാണ് ചെയ്യുന്നത്. ഒരു 8 മീറ്റർ നീളം വരുന്ന ഒരു ഗ്യാൻട്രി ക്രെയിൻ ചെയ്യുന്നുണ്ട്. ഗ്യാൻട്രി ക്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോഡൗണിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എപ്പോഴും വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ആവശ്യം വരാണെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഗ്യാൻട്രി ക്രെയിൻ ചെയ്യുന്നത്. അത് പലതരത്തിൽ നമുക്ക് ചെയ്യാനായിട്ട്, പലതരത്തിൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാൻട്രി ക്രെയിൻ ഞാൻ ചെയ്യുന്നുണ്ട്. 2 ടൺ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഗ്യാൻട്രി ക്രെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ 6 ആഗ് കട്ടയടിക്കുന്ന ഒരു മെഷീൻ ഞാൻ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ വർക്ക് ഏകദേശം ഒരു 75% കംപ്ലീറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അത് അസംബിൾ ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടു. ഇനി അത് അസംബിൾ ചെയ്താൽ മതി. അതുപോലെ ഇപ്പോൾ നമ്മുടെ പുറം രാജ്യങ്ങളിൽ മാത്രം നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു ക്രെയിൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ആർട്ടിക്കുലേറ്റഡ് ബൂം ക്രെയിൻ എന്ന് പറയും. ആർട്ടിക്കുലേറ്റഡ് ബൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൾട്ടിപ്പിൾ ജോയിൻറ്റ്സ് ഉണ്ടാവും അതിൻ്റെ. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിളിലും ഇതിൻ്റെ ഓപ്പറേഷൻ പോസിബിളാണ്. അതായത് നമുക്ക് 20 മീറ്റർ റേഡിയസിൽ എവിടെ വേണമെങ്കിലും താഴെ നിന്ന് വെയിറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഞ്ചസ് ഇതിൽ ആവശ്യമില്ല. ഇതിൽ ഏത് തരത്തിൽ നമ്മുടെ ഒരു കൈ പ്രവർത്തിക്കുന്ന പോലെ തന്നെ എല്ലാ ആംഗിളിലും നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 4 ടണ്ണ് ടു 10 ടണ്ണ് വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗോഡൗണുകളിലാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് ഗ്രാനൈറ്റിൻ്റെ ഷോറൂമുകളിൽ ഉപയോഗിക്കാം. അതുപോലെ സ്റ്റീല് ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ഷോറൂമുകളിൽ ഉപയോഗിക്കാം. അങ്ങനെ വെയിറ്റ് ലിഫ്റ്റിംഗ് പലതരത്തിൽ പോസിബിളായിട്ടുള്ള ഒരു മെഷീനാണ്. അത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അതിപ്പോൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്ത് അത് ഏകദേശം ഒരു 75% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ഹൈഡ്രോളിക്സ് മാത്രം കയറ്റിയാൽ മതി. അപ്പോൾ അങ്ങനെ 3 വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഫ്യൂച്ചറിൽ ഞാൻ പലതരത്തിലുള്ള വർക്കുകൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് മെയിനായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനൊക്കെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കൂടി വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെഷീൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. അപ്പോൾ അതനുസരിച്ച് ഞാൻ കസ്റ്റം ചെയ്തിട്ട് മെഷീൻ ഡെവലപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അത് നിങ്ങളെ അവതരിപ്പിക്കും. അതിൻ്റെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എല്ലാ ഡെയിലി അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന പോലെ ഞാൻ ഇവിടെ വരുന്ന വർക്കുകൾ, അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഈ ചാനൽ വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം, നേരിട്ട് എന്നെ വിളിക്കാം. എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല രീതിയിൽ ഇതിനെ എടുക്കാവുന്നവർ മാത്രം എന്നെ ഫോളോ ചെയ്യുക. നെഗറ്റീവ് കമൻസ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള മെഷീൻസ്, അത് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തിയുള്ള ഒരു എനർജിയാണ് ഹൈഡ്രോളിക് എനർജി.
ഈ ഹൈഡ്രോളിക് എനർജീനെ വെച്ചിട്ട് ചെയ്യുന്ന മെഷീനറികളാണ്. ഓയിലാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മെഷീന് ജീവൻ വെപ്പിക്കുന്നത്. ഈ ഓയിലിനെ പമ്പ് ചെയ്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് ശക്തിയാണ് ആ മെഷീൻസിന്. ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 ടണ്ണിന് മേലെ പ്രഷർ ആക്ഷൻ വരുന്ന മെഷീനറികളാണ് ഞാൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മളിവിടെ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹെവി ആയിട്ടുള്ള മെഷീനറികളാണ്. ഹെവി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾക്ക് താങ്ങി പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഹെവിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. ഇനി ഞാൻ എൻ്റെ വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗാൻട്രി ക്രെയിന് വേണ്ടിയിട്ടുള്ള ജോയിസ്റ്റുകളാണ്. 8 മീറ്ററാണ് ഇതിൻ്റെ നീളം. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പ്രിസിഷനിലല്ല, എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കൂടിയാണ് ചെയ്യുന്നത്. ഈ ഗാൻട്രി ക്രെയിൻ ഏകദേശം ഈ ഒരു സ്ട്രക്ചറിനോട് സിമിലറായിട്ടായിരിക്കും ആ ഗാൻട്രി ക്രെയിൻ വരിക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഒരു സിസർ ലിഫ്റ്റ് പോലെ നമ്മളൊരു മെക്കാനിസം ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെൽഡ് ചെയ്തിട്ടിരിക്കുന്ന പാർട്ടുകളാണ്. ഒക്കെ ഹൈഡ്രോളിക്സിലാണ് കംപ്ലീറ്റ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അതല്ലാതെ ഞാനിപ്പോൾ ഇവിടെ വേറൊരു മെഷീൻ ചെയ്യുന്നുണ്ട്. ഇതതിൻ്റെ ഹൈഡ്രോളിക് ടാങ്കാണ്. ഇതാ മെഷീൻ്റെ ഫ്രെയിമാണ്. ഫ്രെയിം അണ്ടർ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിനു വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രോളിക് സിലിണ്ടറാണ്. പിന്നെ ഇതൊക്കെ അതിൻ്റെ ഫ്രെയിമുകളിൽ വരുന്നതാണ്. ഈ ഒരു ഫ്രെയിം അതിനു വേണ്ടി ചെയ്തിട്ടേക്കുന്നതാണ്. ഇത് എല്ലാം കൂടി അസംബിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു മെഷീനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരിക. അതല്ലാതെ ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ക്രെയിൻ ചെയ്യുന്നുണ്ടെന്ന്. ആ ക്രെയിനാണിത്. ഇത് 360 ഡിഗ്രി തിരിയുന്ന എക്സ്കാവേറ്ററിൻ്റെ ചേസിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു മെഷീനാണ്. ഇതാണ് അതിൻ്റെ സ്വിങ് ബെയറിങ്. അതിൻ്റെ ഉള്ളിൽ സ്വിങ് മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ സ്വിങ് മോട്ടർ. പിന്നെ ഇതിൻ്റെ ബൂം വരുന്നത് ഇങ്ങനെയാണ്. ഇത് മെഷീൻ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ചെറിയ അതായത് പെയിൻറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എക്സ്കാവേറ്ററിൻ്റെ ചേസിൽ പണിതെടുത്ത മെഷീനാട്ടോ. അതുകൊണ്ടാണ് ഒരു എക്സ്കാവേറ്ററിൻ്റെ ഷേപ്പ് നമ്മൾക്ക് ഇതിൽ നിന്ന് തോന്നുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് ഒരു ബൂമും കൂടി ഉണ്ടാവും. ആ ബൂമും ഓപ്പറേഷണലായിരിക്കും. അപ്പോൾ നമ്മുടെ ഉപയോഗം കഴിയുമ്പോൾ ഈ ബൂമിനെ നമുക്ക് മടക്കി വയ്ക്കാം. കൈയുടെ വിരൽ മടങ്ങിയിരിക്കുന്നത് പോലെ ആയിരിക്കും ഇതിൻ്റെ ഒരു രൂപം വരിക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചറായിരിക്കും. ആ ഫിംഗർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണല്ലോ നമ്മുടെ വിരലുകൾ നമ്മൾ നിരുത്തുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് വിരലുകൾ നിവർത്തി ഓപ്പറേറ്റ് ചെയ്യാവുന്നത് പോലെ നമുക്ക് ഈ സ്ട്രക്ചറിനെ നമുക്ക് ഏത് ആംഗിളിലും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 4 to 6 ടണ്ണ് വരെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ മെഷീൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അതിൻ്റെ ഹൈഡ്രോളിക് ടാങ്ക് വരുന്നത്. ഓപ്പറേറ്ററിൻ്റെ സീറ്റ് ഈ ഒരു പോർഷനിലായിട്ടാണ് വരിക. നമുക്ക് ഈ ഒരു മെഷീന് നമുക്ക് ആപ്പയുടെ എൻജിൻ, അതായത് നമ്മുടെ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, ആ ഡീസൽ ആ ഓട്ടോറിക്ഷയുടെ എൻജിൻ വെച്ചാലും മതി ഇതിൻ്റെ ഹൈഡ്രോളിക്സ് ഡ്രൈവ് ചെയ്യാനായിട്ട്. ആ ഒരു ഓട്ടോറിക്ഷയുടെ എൻജിൻ്റെ ഡ്രൈവിൽ നിന്ന് തന്നെ ഏകദേശം നമുക്കൊരു 6 ടണ്ണ് പൊക്കാനുള്ള ഹൈഡ്രോളിക് ശക്തി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഇതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് ചെയിനിലല്ല, എക്സ്കവേറ്ററിൻ്റെ തന്നെ ട്രാക്ക് മോട്ടറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ട്രാക്ക് മോട്ടർ തിരിയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ബാക്കിലുള്ള ഈ റോഡ് റോളറിന് നമ്മൾ ഉണ്ടാക്കുന്ന വീലുകൾ പോലെയുള്ള ഒരു സിംഗിൾ വീലാണ്. അപ്പോൾ ഈ മെഷീൻ മറയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ട് വീലുകൾ നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക്, അതായത് ഈ പിന്നിലാണ് ഇതിൻ്റെ ജോയിൻറ്റ് വന്നിരുന്നത്. അപ്പോൾ നമുക്കിത് ഏത് ആംഗിളിൽ വേണമെങ്കിലും ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതായത് സ്റ്റിയറിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇതിലാണ്. ഇതിൻ്റെ ഡ്രൈവ് വരുന്നത് ഈ വീലിലാണ്. ഡയറക്ഷൻ കൺട്രോളും ഇവിടെയാണ്.
പിന്നെ ഈ ചെയ്സ് ഉണ്ടല്ലോ, ഈ ബെയറിങ്ങിൻ്റെ മേലെയുള്ള ഈ ചെയ്സ് നമുക്ക് 360 ഡിഗ്രി തിരിക്കാനായിട്ട് പറ്റും. അതായത് 360 ഡിഗ്രി റൊട്ടേഷൻ അവൈലബിൾ ആണ്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് വെയിറ്റ് ക്യാരി ചെയ്ത് നമുക്ക് ഇപ്പം തന്നെ ഏകദേശം ഒരു 5 മീറ്ററിൻ്റെ അടുത്ത് ഇതിന് ഹൈറ്റ് ഉണ്ട്. ഇനിയും നമുക്ക് ബൂം വരുന്നതാണ്. ആ ബൂം വിത്ത് ടെലിസ്കോപ്പിക് ബൂമും കൂടി ആകുമ്പോൾ നമുക്ക് 20 മീറ്ററിൽ നമുക്ക് പൊക്കി വെയിറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാനും അൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത്. ഇനിയും ഇന്നിപ്പോൾ സൺഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. അതുമാത്രമല്ല പലതരത്തിലുള്ള മെഷീനറികൾ ഞാൻ ചെയ്യുന്നുണ്ട്. 1-2 മെഷീനറികളിലല്ല ഞാൻ ഒതുങ്ങി നിൽക്കുന്നത്. പലതരത്തിലുള്ള മെഷീനറികളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ നാട്ടിൽ ഒരുപാട് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളുണ്ട് പലതരത്തിലുള്ള പ്രൊഡക്ഷൻ പ്ലാന്റുകളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.